ചേട്ടാ എങ്ങനെയുണ്ടെന്ന് പടം? വൺ ടൈം മാച്ചാണ്. പേഴ്സണലി ഒരു 100% സാറ്റിസ്ഫൈഡ് അല്ല. 100 ഒരു 70% പോലും നമ്മളൊരു ഹാപ്പി അല്ല. ഞാൻ മാത്രമല്ല, തിയേറ്ററിൽ വന്ന ആളുകൾ നെഗറ്റീവ് റിവ്യൂ അല്ല, അത് വീണ്ടും പറയാണ്. നമ്മളൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഈ ശങ്കർ തിരിച്ചു വരും, എന്തിന് ശേഷമൊക്കെ വരും എന്നുള്ളൊരു മൈൻഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഈ കേരളത്തിലുള്ള ഏറ്റവും ഒരു പ്രമുഖ തിയേറ്ററിൽ നമ്മൾ നിൽക്കുന്നത്. അപ്പം ആ ഒരു ഫാൻസിൻ്റെ കൂടെ വന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിക്ക് വന്നത്, അത് കിട്ടിയിട്ടില്ല. അതിനുള്ള ടെക്നിക്കലി ഓക്കെയാണ്, വമ്പൻ ബഡ്ജറ്റാണ് സിനിമയ്ക്ക്. ഓരോ സീനിലും അത്ര അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു വികാരം നമുക്ക് കിട്ടിയിട്ടില്ല. കമൽഹാസൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, കുഴപ്പമില്ല. പക്ഷെ ഒരു ലെജൻഡറി ആക്ടറിൽ നിന്ന് നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങളല്ല പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കുറേ ഈ ഫാൻസി ഡ്രസ്സ് എന്ന് പല ആളുകളും പറയുന്നുണ്ട്. നമുക്കൊരു വികാരം വരുന്ന സംഭവങ്ങൾ ഇതിൽ ആകെ ഒരു സീനിൽ പോലും ഉണ്ടോയെന്ന് സംശയം. ബെസ്റ്റ് ആട്ടോ. ഞാൻ ഇതുവരെ കണ്ട സിനിമകളിൽ എയുടെ ഒരു സ്വാധീനം, ഈ ശങ്കറിൻ്റെ ഒരു പരിപാടി എന്ന് പറയുമ്പോൾ ടെക്നിക്കലി പുള്ളി ഭയങ്കര ഒരു ജീനിയസാണ്. ഇപ്പോൾ വിവേകാണെങ്കിലും നെടുപടിയാണെങ്കിലും എനിക്കൊന്ന് ഭാവിയിലൊക്കെ നമ്മുടെയൊക്കെ ലെജൻഡറി ആക്ടേഴ്സിനെ ആ ഒരു തരത്തിൽ അതേ പറഞ്ഞ് കണ്ടിരിക്കാം. പക്ഷെ ഒരു മികപ്പെരിയ സിനിമയൊന്നുമല്ല. എനിക്ക് ഫീൽ ചെയ്തത് കമൽഹാസൻ നമ്മുടെ ആക്ടറും ശങ്കറിന്റെ ഡയറക്ടറും നമ്മൾ എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ സിനിമ കാണാൻ വന്നത്. എനിക്ക് ട്രെയിലർ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ വന്ന സിനിമ കണ്ടപ്പം എനിക്ക് ഓക്കെ. മ്യൂസിക് മാത്രം എനിക്ക് മ്യൂസിക് എത്ര എ.ആർ. റഹ്മാൻ്റെ ആ ഒരു പോർഷൻസ് വരുന്നുണ്ടായിരുന്നു സിനിമയിൽ ഇടയ്ക്കിടയ്ക്ക്. ആ പോർഷൻസ് ഒക്കെ ഗംഭീരമായി തോന്നി. പക്ഷെ അല്ലാതെ ക്രിയേഷൻ അത്ര സുഖകരമായി തോന്നിയില്ല. നെടുപിടി വേണമൊക്കെ തിരിച്ച് നമുക്ക് കാണാനായി ഡെഫിനറ്റ്ലി. ആ മൊമെന്റ്സ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് പുള്ളിയുടെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതൊരു ഫീൽ ചെയ്തില്ല. ഇട പോർഷനിൽ മാത്രമാണ് ഏതൊക്കെയോ 2-3 ഷോട്ട്സിൽ അത് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. വേറെ ഡീപ്പായിരുന്നു ചെയ്തതെന്ന് തോന്നുന്നു. പെട്ടെന്ന് നൈസ് മൂവിയായിരുന്നു. വേറെ ഈ ഇന്ത്യൻ 2-ൻ്റെ തന്നെ വേറെ ഒരു ലെവലാണ് ഇന്ത്യൻ 3-യുടെ ട്രെയിലർ കണ്ടപ്പോൾ. കമലിൻ്റെ ഒരു യങ് കമലിനെയൊക്കെ നമ്മൾ അത് നൈസാവും തോന്നുന്നു. ഇന്ത്യൻ വെച്ച് ഒരിക്കലും ഇന്ത്യൻ 2-നെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ ഒരു ക്ലാസിക് മൂവിയാണ്, ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ വന്ന മൂവിയാണ്. അത് വെച്ചിട്ട് ഒരിക്കലും ഈ ഫിലിമിനെ കമ്പയർ ചെയ്യാൻ ശരിയായി തോന്നുന്നില്ല. കമൽഹാസന്റെ മേക്കപ്പ് ലുക്സ് അതൊക്കെ എങ്ങനെ കുഴപ്പമുണ്ടായിരുന്നില്ല. നൈസായിട്ട് തന്നെയാണ്. ഇന്ത്യൻ 3-ന് വേണ്ടിയിട്ട് കാത്തിരിക്കാം. 28 years കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ ആ എക്സ്പെക്ടേഷൻ നമുക്ക് കൂടുതലായിട്ടൊന്നും ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലോട്ട് പിടിച്ച് വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പടം ഓക്കെ കണ്ടിരിക്കാം. ഇപ്പോൾ 3 മണിക്കൂറോളം പടം ഓടിയിട്ടുണ്ട്. പക്ഷേ ഒരു സ്ഥലത്ത് നമുക്ക് ലാഗ് തോന്നുന്നില്ല. ഡയറക്ടർ ബ്രില്യൻസ് ഉണ്ട്, പക്ഷേ കമൽഹാസൻ്റെ ഒരു ആക്ടിങ്ങിനുള്ള സ്കോപ്പ് ഈ സിനിമയിലില്ല. പക്ഷേ ഇന്ത്യൻ 3-ക്കുള്ള ലീഡ് സിനിമ കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് ഓടുന്നുണ്ട്, ഒരു ട്രെയിലർ പോലെ ഓടുന്നുണ്ട്. അതാണ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് സിനിമ 2025 റിലീസാവുന്നുണ്ട്. അതിനൊരു നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. അതിൻ്റെ ട്രെയിലർ അടിപൊളിയായിട്ടുണ്ട്. അതുതന്നെയാണ് പടം മോശം എന്ന് പറയാനില്ല, ഓക്കെ. പക്ഷേ 1-നായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാനും പറ്റില്ല. എന്താണെങ്കിൽ ആ പ്ലോട്ട് വിട്ടിട്ട് ഈ സിനിമയ്ക്ക് ഒരിക്കലും വരാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഇന്ത്യൻ 3 അടിപൊളിയായിരിക്കും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്.